നമസ്കാരം. വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകൾ പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ. ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൊല്ലവർഷം 1199 ധനു സംക്രമം തിരുവോണം നക്ഷത്രത്തിലാണ്. ധനു 1-ാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും, എടവത്തിൽ ഗുളികനും, കന്നിരാശിയിൽ കേതുവും, തുലാം രാശിയിൽ ശുക്രനും, വൃശ്ചികത്തിൽ കുജനും, ധനുരാശിയിൽ ആദിത്യനും ബുധനും, മകരത്തിൽ ചന്ദ്രനും, കുംഭം രാശിയിൽ ശനിയും, മീനത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ്. ഇവർ എല്ലാ മേഖലകളിലും കർമ്മ നിരതരാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇപ്പോഴുള്ള ജോലിയിൽ അനുകൂലമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല സ്നേഹസൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ്. ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഭാഷണങ്ങളും ഇടപെടലുകളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക. ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം ഇഴഞ്ഞ മട്ടു കാണിക്കുന്നതായി കാണാം. അതുകൊണ്ടുതന്നെ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനത്തിൽ കുറവ് സംഭവിക്കുവാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇപ്പോൾ ചെയ്തു വരുന്ന ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനായി പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങൾക്കുമായി കൂടുതൽ യാത്രകൾ ആവശ്യമായി വന്നേക്കുവാനിടയുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ്. വാഹന അപകടങ്ങളിൽ ചെന്നു ചാടാതെ സൂക്ഷിക്കേണ്ടതുമാണ്. അമിത വേഗത നിയന്ത്രിച്ച് റോഡ് നിയമങ്ങൾ പാലിച്ചു യാത്ര ചെയ്യേണ്ടതുമാണ്. ഈശ്വര കടാക്ഷത്താൽ വലിയ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. 5, 16, 25 തീയതികൾ അനുകൂലമാണ്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് ജീവിത പങ്കാളികളുടെ സ്വത്തുവകകൾ അനുഭവയോഗ്യമാകും. ജീവിത പങ്കാളികൾക്ക് അവകാശമുള്ള പൂർവിക സ്വത്തുവകകൾ നേടിയെടുക്കുന്നതിനായി പരിശ്രമിക്കുന്നതിനും അനുകൂല കാലമാണ്. ഇത്തരം കാര്യങ്ങൾക്കായി മുന്നിട്ടിറങ്ങുമ്പോൾ സ്വത്തുവകകളുടെ നിയമസാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുമാണ്. ആവശ്യമെങ്കിൽ ഒരു നിയമജ്ഞനിൽ നിന്നും നിയമ ഉപദേശം തേടാവുന്നതുമാണ്. അർഹതയുള്ള സ്വത്തുവകകൾ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കൾക്ക് വിവാഹത്തിന് അനുകൂലമായ കാലമാണ്. പ്രത്യേകിച്ചും യുവതികളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതുമാണ്. എന്നാൽ വിശ്വാസികളായവർക്ക് വിവാഹ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനായി ജാതക പരിശോധന നടത്താവുന്നതുമാണ്. നക്ഷത്ര പൊരുത്തം, പാപസാമ്യത, കുജദോഷം, ദശാസന്ധി ദോഷം, മനപ്പൊരുത്തം, മറ്റു കാര്യങ്ങൾ എന്നിവ കൂടി പരിഗണിച്ച് വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഉത്തമം. എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട്. വിവാഹ കാര്യത്തിൽ എടുത്തുചാടി തീരുമാനമെടുക്കരുത്. ഈ നക്ഷത്രക്കാർക്ക് സഹോദരങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ ഇവർക്ക് സഹോദരങ്ങളെ സഹായിക്കുന്നതിനുള്ള അവസരം ഒത്തുവരുന്നതുമാണ്. ഈ നക്ഷത്രക്കാരുടെ പിതാവിന് ശ്രേയസ് വർദ്ധിക്കുന്നതായി കാണാം. ഈ നക്ഷത്രക്കാരായ അധ്യാപകർക്ക് ചില കാര്യങ്ങൾ പ്രതികൂലമായി മാറുവാനിടയുണ്ട്. അതിനാൽ വിദ്യാർത്ഥികളോടും സഹപ്രവർത്തകരോടും മേലധികാരികളോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം. 4, 14, 24 തീയതികൾ അനുകൂലമാണ്.
പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങൾക്കുമായി വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ട സാഹചര്യം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ശ്രദ്ധ പുലർത്തി ചെയ്യേണ്ടുന്ന പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട്. എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ ഈ നക്ഷത്രക്കാർക്ക് പ്രയാസം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതിനാൽ ഏതൊരു പ്രവൃത്തിയും ഏറ്റെടുത്താൽ ക്ഷമയോടും ശാന്തതയോടും ചെയ്തു പൂർത്തിയാക്കുവാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളികൾക്കും മക്കൾക്കും ചില്ലറ അസുഖങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുകയും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ നൽകി ശുശ്രൂഷിക്കുകയും വേണം. ഈ നക്ഷത്രക്കാർ അയൽവക്കക്കാരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുന്നതായി കാണാം. അവർക്ക് വേണ്ടി ഉദാരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. തൽഫലമായി അയൽവക്കക്കാരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാർ വാഹനമോടിക്കുമ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അമിത വേഗത നിയന്ത്രിക്കുകയും റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കുകയും വേണം. അപകടങ്ങളിൽ ചെന്നു ചാടാതെ സൂക്ഷിക്കുകയും വേണം. ഈശ്വര കടാക്ഷത്താൽ ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. 5, 15, 26 തീയതികൾ അനുകൂലമാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തിരിച്ചു വരുന്നതാണ്. നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും കലുഷിതമായ അന്തരീക്ഷം മാറുകയും ചെയ്യും. കുടുംബ അംഗങ്ങളോട് എല്ലാ കാര്യങ്ങളിലും സ്നേഹപൂർവ്വം ഇടപെടുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം. ഈ നക്ഷത്രക്കാർ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഈ നക്ഷത്രക്കാർ ഏറ്റെടുക്കുന്ന ഏതൊരു പ്രവൃത്തിയും വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഭൂമി ഇടപാടുകൾ നടത്തുന്നതിന് ഇവർക്ക് സാഹചര്യം ഒത്തുവരുന്നതുമാണ്. സ്വന്തമായി ഭൂമി വാങ്ങുന്നവർക്കും അനുകൂലമായ കാലമാണ്. എന്നാൽ വാങ്ങുന്ന ഭൂമിയുടെ വാസ്തു പരിശോധനകൾ നടത്തേണ്ടതാണ്. ഉത്തമ ഭൂമി വാങ്ങുന്നത് ഐശ്വര്യമാണ്. എന്നാൽ അധമ ഭൂമി വാങ്ങിയാൽ അവിടം വാസയോഗ്യമല്ലാതാവുകയും ആ ഭൂമി കൈവശമിരിക്കുന്ന കാലത്തോളം മനസ്സുഖം കുറയുകയും ചെയ്യും. വിശ്വാസികളായവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഉചിത തീരുമാനമെടുക്കുന്നതിന് ജ്യോതിഷ പ്രശ്നചിന്ത ചെയ്യാവുന്നതുമാണ്. ഇതുവഴി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയിൽ വാസ്തുസംബന്ധമായോ മറ്റോ ദോഷങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം തേടാവുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ്. പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. ഉപരിപഠന രംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകുന്നതുമാണ്. തൊഴിൽ ലഭിക്കുന്നതിനുള്ള പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും പങ്കെടുക്കുന്നതിനും അനുകൂലമായ കാലമാണ്. 1, 16, 27 തീയതികൾ അനുകൂലമാണ്. ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപൻ്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട്. കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും. ഇഷ്ടദേവതാ മന്ത്രം 108 തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും. നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും. നന്ദി, നമസ്കാരം. ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം.